വിശേഷങ്ങൾ നമ്മളോടൊപ്പം പങ്കുവയ്ക്കുന്നതിനായിട്ട് പതിവ് പോലെ ഇൻ ഹൗസ് എക്സ്പെർട്ട് പ്രദീപ് ചന്ദ്രശേഖർ സാറിനെ വെൽക്കം ചെയ്യാം. Good morning, Pradeep sir. Welcome to the show. Morning viewers, morning Priya. US വിപണിയെ സംബന്ധിച്ച് ഡൗ ജോൺസ് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഒരു ഇടിവിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. S&P 500ഉം നാസ്ഡാക്കും ഒരു നേരിയ നേട്ടം രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഞാൻ സൂചിപ്പിച്ച പോലെ തന്നെ എൻവിഡിയ ഓഹരികളിലൊക്കെ തന്നെ ഒരു മുന്നേറ്റം കഴിഞ്ഞ സെഷനിൽ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. ഒരു സമ്മിശ്രമായ പ്രതികരണമായിരുന്നു US വിപണിയിൽ കാണാൻ സാധിച്ചത്. എന്നാൽ ഏഷ്യൻ വിപണികളിലൊക്കെ തന്നെ കഴിഞ്ഞ സെഷനിൽ ശക്തമായിട്ടുള്ളൊരു മൂവ്മെന്റ് നമുക്ക് കണ്ടിരുന്നു. US വിപണിയെ സംബന്ധിച്ച് മുന്നോട്ടേക്ക് സാറിന്റെ ഒരു എക്സ്പെക്ടേഷൻസ് എന്താണ്? പ്രിയ, നമ്മൾ ഇന്നലെ ഡൗ ജോൺസ് ഇൻഡെക്സിന്റെ ക്ലോസിംഗ് സ്റ്റഡി ചെയ്യുമ്പോഴേക്കും നമുക്ക് കിട്ടുന്ന ഒരു ഇൻഫ്ലുവൻസസ് അമേരിക്കൻ മാർക്കറ്റിൽ ഒരു അല്പം വീക്ക്നെസ് വന്ന് തുടങ്ങിയിട്ടുണ്ട്. സോ ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷ് ആണെങ്കിൽ പോലും ഷോർട്ട് ടേം ട്രെൻഡ് മിക്കവാറും ബെയറിഷായി വഴിമാറാൻ സാധ്യത കാണുന്നുണ്ട്. നമുക്ക് അമേരിക്കൻ വിപണിയിൽ പൊസിഷൻസ് ഉണ്ടെങ്കിൽ നമ്മൾ 38,000 ലെവല് സപ്പോർട്ടായിട്ട് കരുതണം. 38,000 സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ഷോർട്ട് ടേം ട്രെൻഡ് ഡൗ ജോൺസ് ബെയറിഷായി മാറും. അറ്റ് ദ സെയിം ടൈം നാസ്ഡാക്ക് ഇൻഡെക്സ് നോക്കുമ്പോഴേക്കും നാസ്ഡാക്ക് ഇൻഡെക്സിന് 18,800 ഇസ് എ മേജർ റെസിസ്റ്റൻസ് ഏരിയ. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ മാത്രമേ നമുക്ക് ആ ബുള്ളിഷ് മൊമെന്റം നിലനിർത്താൻ സാധിക്കത്തുള്ളൂ. ടെക്നോളജി സ്റ്റോക്സ് ദാറ്റ് ഇസ് നാസ്ഡാക്കിൽ നമുക്ക് ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ 18,100 പോയിന്റ്സ് നമ്മൾ സപ്പോർട്ടായിട്ട് വാച്ച് ചെയ്യണം. ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ഷോർട്ട് ടേം ട്രെൻഡ് നാസ്ഡാക്ക് വിൽ ഓൾസോ ടേൺ ബെയറിഷ്. കമ്മോഡിറ്റി മാർക്കറ്റ്സിൽ ക്രൂഡ് വിലയിൽ കഴിഞ്ഞൊരു സെഷൻ ശക്തമായിട്ടുള്ളൊരു ഇടിവ് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. സപ്ലൈ കട്ടുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ വന്നതിന് ശേഷവും ക്രൂഡ് വിലയിൽ അതിൻ്റെ ഒരു മുന്നേറ്റം നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. പ്രധാനമായിട്ടും US ഓയിൽ സ്റ്റോക്കിൽ അപ്രതീക്ഷിതമായിട്ടുള്ളൊരു വർധനവ് വന്നതും ഒപ്പം തന്നെ ഇന്ധന ഡിമാൻഡിലൊരു കുറവ് ഉണ്ടാകുന്നു എന്നുള്ള തരത്തിലുള്ള റിപ്പോർട്ടുകളൊക്കെ വന്നത് ക്രൂഡ് ഓയിൽ വിലയിൽ സ്വാധീനിച്ചിട്ടുണ്ടായിരുന്നു. ക്രൂഡിനെ സംബന്ധിച്ച് സർ പ്രധാനമായിട്ടും ശ്രദ്ധിക്കുന്ന ലെവലുകൾ ഏതൊക്കെയാണ്? ക്രൂഡിന്റെ കേസിൽ ആസ് ഫാർ ആസ് ഇന്ത്യ ഇസ് കൺസേൺഡ് നല്ലൊരു ഡെവലപ്മെന്റ് ആയിരുന്നു ഇന്നലെ കാണാൻ സാധിച്ചത്. 10 ദിവസം മുൻപ് ക്രൂഡിന്റെ കേസിൽ ഹൈ വോളറ്റിലിറ്റി ആയിരുന്നു നമ്മൾ കണ്ടത്. ബിക്കോസ് ക്രൂഡ് ഓയിൽ $81 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ ഒരു നല്ല ശ്രമം നടത്തുകയായിരുന്നു. നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന മേജർ സപ്പോർട്ട് ഏരിയ $76 ആയിരുന്നു. ഇന്നലത്തെ ട്രേഡിംഗിൽ കനത്ത സെല്ലിംഗ് ആയിരുന്നു നമുക്ക് കാണാൻ സാധിച്ചത്. അതിനെ തുടർന്ന് $76 സപ്പോർട്ട് ലെവൽ ബ്രേക്ക് ചെയ്യപ്പെട്ടു. ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ഫോർ ക്രൂഡ് ഓയിൽ ഇസ് ബെയറിഷ്. ഇതിന്റെ ഒരു ഇമ്പോർട്ടൻസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രൂഡ് ഓയിലിന്റെ വിലയിൽ നമുക്ക് ഈ ലെവലിൽ നിന്നും വീണ്ടും ഒരു ഇടിവ് എക്സ്പെക്ട് ചെയ്യാം. അങ്ങനെ ആ ഒരു ഇടിവ് നടക്കുന്ന സമയത്ത് നാച്ചുറലി അത് ഇൻഫ്ലേഷനെ കുറയ്ക്കാൻ സാധിക്കും. ഇൻഫ്ലേഷൻ കുറയുമ്പോഴേക്കും ഒരു ബൈ സെപ്റ്റംബർ നമുക്ക് ഡെഫിനറ്റ്ലി സെൻട്രൽ ബാങ്ക്സ് അക്രോസ് ദ വേൾഡ്, അത് ഫെഡറൽ റിസർവ് ആയിക്കോട്ടെ, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആയിക്കോട്ടെ, ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ചെയ്യാൻ നല്ല ചാൻസസ് വരും. ആൻഡ് അങ്ങനെ ഒരു ഇൻട്രസ്റ്റ് കട്ട് വരുമ്പോഴേക്കും അഗെയിൻ വി ക്യാൻ എക്സ്പെക്ട് ബൗൺസ് ബാക്ക് ഇൻ ദ ഷെയർ മാർക്കറ്റ്സ്. ആഭ്യന്തര വിപണിയിൽ തീർച്ചയായിട്ടും കഴിഞ്ഞൊരു സെഷനിൽ സാറും മെൻഷൻ ചെയ്ത പോലെ തന്നെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള നോട്ടിൽ തന്നെയായിരുന്നു വ്യാപാരം അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. എല്ലാവരും എക്സ്പെക്ട് ചെയ്ത പോലെ തന്നെ ഒരു റെക്കോർഡ് ഹൈയിലേക്ക് വരാൻ വേണ്ടിയിട്ട് നിഫ്റ്റിക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു. 23,338 എന്നൊരു ഇൻട്രാഡേ ഒരു റെക്കോർഡ് ഹൈയിലേക്ക് ഉയരാൻ വേണ്ടിയിട്ട് നിഫ്റ്റിക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു. സൂചികകളിലൊക്കെ തന്നെ ഓഹരികളെല്ലാം തന്നെ ഒരു ഔട്ട് പെർഫോമൻസ് കാഴ്ചവെക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു. പ്രത്യേകിച്ചും PSU സ്റ്റോക്കുകളും റെയിൽ സ്റ്റോക്കുകളും റിയൽറ്റി സ്റ്റോക്കുകൾ മുതലായിട്ടുള്ള ഓഹരികളിലെല്ലാം തന്നെ ശക്തമായിട്ടുള്ളൊരു മൂവ്മെന്റ് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ വിപണിയിൽ ഇപ്പോൾ വോട്ടെണ്ണൽ അല്ലെങ്കിൽ റിസൾട്ടുകൾ വരാനിരിക്കുകയാണ്. ഇന്നത്തെ വിപണിയിൽ എത്രത്തോളം നിക്ഷേപർ കോഷ്യസ് ആയിട്ട് ഇരിക്കേണ്ടതുണ്ട്? ഇന്നത്തെ വിപണിയിൽ സർ പ്രധാനമായിട്ടും വാച്ച് ചെയ്യുന്ന ലെവലുകൾ നിഫ്റ്റിയെ സംബന്ധിച്ച് ഏതൊക്കെയാണ്? നിഫ്റ്റി 50യുടെ കേസിലും നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിന്റെ കേസിലും ഒക്കെ നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെ നമുക്ക് ഇന്നലെ ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയിരുന്നു കിട്ടിയത്. ആൻഡ് എനിക്ക് തോന്നുന്നില്ല ഇന്നത്തെ ട്രേഡിംഗിൽ നമുക്ക് ഇന്നലത്തെ ഓൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്യാൻ സാധിക്കുന്നു. ഓൺ ദി അതർ ഹാൻഡ് അടുത്ത 2-3 സെഷൻസിൽ നമ്മൾ ഒരു അല്പം വോളറ്റിലിറ്റിക്ക് വേണ്ടി പ്രിപ്പയർഡ് ആയിരിക്കണം. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിഫ്റ്റി 50യും മറ്റ് സ്റ്റോക്സിലൊക്കെ തന്നെ വി ഷുഡ് ബി റെഡി ഫോർ പ്രോഫിറ്റ് ടേക്കിംഗ്. ആ ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് നടക്കുന്ന സമയത്ത് നമുക്ക് നിഫ്റ്റി 50യിൽ അപ് ടു 1,200 പോയിന്റ്സിന്റെ ഒരു കറക്ഷന് വേണ്ടി പ്രിപ്പയർഡ് ആയിരിക്കാം. ബട്ട് അങ്ങനെ ഒരു കറക്ഷൻ നടക്കുന്ന സമയത്ത് ഒരു വിധത്തിലും ലോങ് ടേം ഓർ ഷോർട്ട് ടേം ട്രെൻഡിനെ അത് ബാധിക്കാൻ പോകുന്നില്ല. സർ, ഇന്നത്തെ വിപണിയിൽ പ്രധാനമായിട്ടും സാറ് വാച്ച് ചെയ്യുന്ന റെസിസ്റ്റൻസ് സപ്പോർട്ട് ലെവലുകൾ ഏതൊക്കെയാണ്?
നിഫ്റ്റി 50യുടെ കേസിൽ 23,300 ലെവല് ബ്രേക്ക് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. ആൻഡ് സപ്പോർട്ട് നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ടത് 22,700 പോയിന്റ്. കൂടെ ഞാൻ ബാങ്ക് നിഫ്റ്റിയും കൂടെ ആഡ് ഓൺ ചെയ്യുകയാണ്. ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് 51,133 എന്നൊരു ഇൻട്രാഡേ ഹൈയിലേക്ക് കുതിക്കുന്ന ഒരു കാഴ്ചയായിരുന്നു കഴിഞ്ഞ ദിവസം കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. HDFC ബാങ്കിന്റെ ഭാഗത്തു നിന്നാണെങ്കിൽ SBI തുടങ്ങിയിട്ടുള്ള ബാങ്കിങ് ഓഹരികളിലെല്ലാം തന്നെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു പോസിറ്റീവ് അല്ലെങ്കിൽ ബുള്ളിഷ് മൊമെന്റ് നമുക്ക് കഴിഞ്ഞൊരു സെഷനിൽ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. ബാങ്ക് നിഫ്റ്റിയിൽ സർ ഇന്ന് പ്രധാനമായിട്ടും ശ്രദ്ധിക്കുന്ന ലെവലുകൾ ഏതൊക്കെയാണ്? ബാങ്ക് ഇൻഡെക്സിന്റെ കേസിൽ ഇന്നലെ ക്ലോസിംഗ് തന്നെ വളരെ മേജർ ആയിട്ടൊരു റെസിസ്റ്റൻസ് ലെവലിലായിരുന്നു 51,000 പോയിന്റിൽ. ഈ ലെവലിൽ നിന്നും മാക്സിമം ഒരു 400 to 500 പോയിന്റ്സിന് നേട്ടം കൂടെ നമുക്ക് നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിൽ എക്സ്പെക്ട് ചെയ്യാം. ബട്ട് നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിന്റെ കേസിലും ഐ എക്സ്പെക്ട് ദാറ്റ് ദർ വിൽ ബി പ്രോഫിറ്റ് ടേക്കിംഗ്. അങ്ങനെ ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് നടക്കുന്ന സമയത്ത് നമ്മൾ 48,000 49,000 ആ ഒരു റേഞ്ച് വരെ കറക്റ്റ് ചെയ്യാൻ നല്ല ചാൻസസ് ഉണ്ട്. കഴിഞ്ഞ സെഷനിൽ സൂചികകളുടെ പെർഫോമൻസ് അല്ലെങ്കിൽ വിലയിരുത്തുന്ന സമയത്തും ശക്തമായിട്ടുള്ള മൂവ്മെന്റ് തന്നെയായിരുന്നു സൂചികകളിലൊക്കെ തന്നെ കാണാൻ സാധിച്ചിരുന്ന. PSU ബാങ്കിങ് സൂചിക 8% കുതിക്കുന്ന ഒരു സ്ഥിതിവിശേഷം കഴിഞ്ഞ സെഷനിൽ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ ഈ ഒരു ശക്തമായിട്ടുള്ള ഔട്ട് പെർഫോമൻസ് സൂചികകൾ നടത്തുന്നതിനിടയിലും IT സൂചിക അതിൽ നിന്നും വേറിട്ട് നിന്നായിട്ട് കാണാൻ സാധിക്കുന്നത് 0.39% ഒരു മുന്നേറ്റം മാത്രമാണ് IT സൂചികയിൽ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. IT ഓഹരികളുടെ പ്രകടനം വിലയിരുത്തുന്ന സമയത്തും ഓഹരികളുടെ ഒരു മുന്നേറ്റം വിലയിരുത്തുന്ന സമയത്തും വിപ്രോയെ സംബന്ധിച്ച് കഫോജിനെ സംബന്ധിച്ച് 2% നേട്ടം രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. വിപ്രോ, ടെക് മഹീന്ദ്ര തുടങ്ങിയ ഓഹരികൾ ഒരു മുന്നേറ്റം കാണാൻ സാധിച്ചിരുന്നു. മറ്റ് IT ഓഹരികളൊക്കെ തന്നെ ഒരു നേരിയ മുന്നേറ്റത്തിലായിരുന്നു ട്രേഡിംഗ് നടത്തിക്കൊണ്ടിരുന്നത്. IT സെക്ടറിനെ സംബന്ധിച്ച് സാറിന്റെ വ്യൂ എന്താണ്? IT സെക്ടറിൽ സാർ പ്രധാനമായിട്ടും ഇനി ശ്രദ്ധിക്കുന്ന ഓഹരികൾ ഏതൊക്കെയാണ്? IT സെക്ടറിന്റെ കേസിൽ എന്റെ ഒരു എക്സ്പെക്ടേഷൻ IT ഇൻഡെക്സ് ഇതിന്റെ ബെയറിഷ്നെസ് റിവേഴ്സ് ചെയ്ത് ബുള്ളിഷായി വഴിമാറുമെന്നായിരുന്നു എൻ്റെ ഒരു എക്സ്പെക്ടേഷൻ. ബട്ട് ഇന്നലെ ഈവൻ ഐ ഡിഡ്ന്റ് എക്സ്പെക്ട് ദാറ്റ് IT ഇൻഡെക്സ് ഇത്രയും വീക്കായിട്ട് ക്ലോസ് ചെയ്യുമെന്ന്. നമ്മുടെ കൈവശം ലോങ് പൊസിഷൻസ് IT സെക്ടറിൽ ഉണ്ടെങ്കിൽ നമ്മൾ 32,300 പോയിന്റ് സപ്പോർട്ട് വളരെ ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്യണം. ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ നമുക്ക് നിഫ്റ്റി IT ഇൻഡെക്സിൽ വീണ്ടും ഒരു 500-600 പോയിന്റ്സിന്റെ ഇടിവിന് വേണ്ടി നമ്മൾ പ്രിപ്പയർഡ് ആയിരിക്കണം. IT ഇൻഡെക്സിന്റെ ഈ ഒരു ബെയറിഷ്നെസ് തിരിച്ച് ബുള്ളിഷ്നെസ്സിലോട്ട് മാറണമെങ്കിൽ 34,400 പോയിന്റിന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം. അൺഫോർച്ചുനേറ്റ്ലി ഇന്നലത്തെ ഒരു വീക്ക് ക്ലോസിനെ തുടർന്ന് TCS, വിപ്രോ, HCL ടെക്നോളജി, ഇൻഫോസിസ് മുതലായ ലാർജ് ക്യാപ്പ് IT സ്റ്റോക്സിലൊക്കെ നമുക്ക് ഒരു വീക്ക്നെസ് ആയിരുന്നു കാണാൻ സാധിച്ചത്. സോ വി ഹാവ് ടു വെയിറ്റ് ആൻഡ് വാച്ച്. റിയാലിറ്റി സൂചികയുടെ പെർഫോമൻസ് വിലയിരുത്തുന്ന സമയത്ത് ഓൾമോസ്റ്റ് ഒരു 6% ഒരു ശക്തമായിട്ടുള്ള മൂവ്മെന്റ് റിയാലിറ്റി സൂചികയിൽ നമുക്ക് കാണാൻ സാധിച്ചിരുന്നു. ഓഹരികളിലെല്ലാം തന്നെ നല്ലൊരു മുന്നേറ്റം രേഖപ്പെടുത്തിയ സമയത്ത് പ്രസ്റ്റീജ്, ഫോനിക്സ് ലിമിറ്റഡ് തുടങ്ങിയ ഓഹരികളിലൊക്കെ തന്നെ 8% ഒരു നേട്ടം കാണാൻ സാധിച്ചിരുന്നു. DLF, ബ്രിഗേഡ് പോലുള്ള സ്റ്റോക്കുകളൊക്കെ തന്നെ 6% കുതിപ്പ് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഇനി ഈ വീക്കിൽ RBIയുടെ MPC യോഗവും വരാനിരിക്കുകയാണ്. ഒരു ഇൻട്രസ്റ്റ് സെൻസിറ്റീവ് സെക്ടർ കൂടിയാണ് റിയാലിറ്റി സെക്ടർ എന്ന് പറയുന്നത്. റിയാലിറ്റി സെക്ടറിനെ സംബന്ധിച്ച് സാറിന് ഒരു എക്സ്പെക്ടേഷൻസ് എന്തൊക്കെയാണ്? റിയാലിറ്റി സെക്ടറിൽ ഇപ്പോൾ ബൈയിങ് ഓപ്പർച്യൂണിറ്റിയിൽ ഏതെങ്കിലും സ്റ്റോക്കുകൾ ഉണ്ടോ? അൺഫോർച്ചുനേറ്റ്ലി ഒരു ലോ റിസ്ക് ബൈയിങ് അവസരം റിയാലിറ്റിയിൽ കാണാൻ സാധിക്കുന്നില്ല. കാര്യം പ്രിയ സൂചിപ്പിച്ചതുപോലെ ഇന്നലെ വലിയൊരു മുന്നേറ്റമായിരുന്നു നമുക്ക് കാണാൻ സാധിച്ചത്. ഏത് മേജർ IT റിയാലിറ്റി സ്റ്റോക്ക് എടുത്തു കഴിഞ്ഞാലും നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങും ആൻഡ് നല്ലൊരു പോസിറ്റീവ് ക്ലോസ് ആയിരുന്നു നൽകിയത്. സോ അണ്ടർടോൺ ബുള്ളിഷായി തന്നെ നിലനിൽക്കുന്നു. നമ്മുടെ കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ കണ്ടിന്യൂ ടു മെയിൻറ്റെയിൻ ദ ലോങ് പൊസിഷൻ. ബട്ട് ഒരു കറക്ഷൻ നടക്കുന്ന സമയത്ത് മാത്രമേ നമുക്കൊരു പുതിയ ലോങ് പൊസിഷൻ കൺസിഡർ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. FMCG സെക്ടറിന്റെ ഒരു ശ്രദ്ധ കൂടി താങ്കളിലേക്ക് കൊണ്ടുവരികയാണ്. FMCG സെക്ടറിനെ സംബന്ധിച്ച് കഴിഞ്ഞ സെഷനിൽ 1% മുന്നേറ്റമായിരുന്നു കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത്. പല ഓഹരികളും ഒരു മുന്നേറ്റം രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ പോലും പറയത്തക്ക മറ്റ് ഓഹരികളെ വെച്ച് നോക്കുമ്പോൾ അല്ലെങ്കിൽ മറ്റ് സൂചികകളെ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് അത്രത്തോളം ഔട്ട് പെർഫോമൻസ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് സംശയമാണ്. ഡാബർ, നെസ്ലെ, ഇന്ത്യ, ടാറ്റ കൺസ്യൂമർ പോലുള്ള ഓഹരികളൊക്കെ തന്നെ 1% ഒരു നേട്ടത്തിലായിരുന്നു വ്യാപാരം അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. FMCG സെക്ടറിൽ ഈ ഒരു സാഹചര്യത്തിൽ ഏതെങ്കിലും സ്റ്റോക്കുകളിൽ ബൈയിങ് ഓപ്പർച്യൂണിറ്റി ഉണ്ടോ? അൺഫോർച്ചുനേറ്റ്ലി ലോ റിസ്ക് ആയിട്ട് ഒരു ബൈയിങ് അവസരം കാണാൻ സാധിക്കുന്നില്ല. ഇൻഫാക്ട് ഇപ്പോ നെസ്ലയുടെ കേസ് എടുക്കുമ്പോഴേക്കും ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും തന്നെ ബെയറിഷായി മാറിയിട്ടുണ്ട്. ITCയുടെ കേസിൽ 445 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ മാത്രം ദ ലോങ് ടേം ട്രെൻഡ് വിൽ ടേൺ ബെയറിഷ്. അങ്ങനെ ആണെങ്കിൽ മാത്രം
ഓപ്ഷൻ കൺസിഡർ ചെയ്യാൻ സാധിക്കും. മാരിക്കോയുടെ കേസ് എടുക്കുമ്പോഴേക്കും മാരിക്കോ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷ് ആണെങ്കിൽ പോലും ഒത്തിരി കയറി പോയി. സോ വി ഡോണ്ട് സീ എ ലോ റിസ്ക് ബൈങ് ഓപ്പർച്യൂണിറ്റി. ഹിന്ദുസ്ഥാൻ യൂണിലിവറിന്റെ കേസിൽ 2445 രൂപ ഇസ് എ മേജർ റെസിസ്റ്റൻസ്. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ മാത്രം നമുക്കൊരു ലോങ് പൊസിഷൻ എടുക്കാൻ ഒരു അവസരം ലഭിക്കും. അഡാനി വിൽമറിന്റെ കേസിൽ ഇന്നലെ നമ്മൾ എക്സ്പെക്ട് ചെയ്തതുപോലെ തന്നെ വലിയൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയിരുന്നു നമുക്ക് കിട്ടിയത്. ബട്ട് ഇന്നല്ലെങ്കിൽ അടുത്ത 2 ട്രേഡിംഗ് സെഷൻസിൽ ഞാൻ ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ആ ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് നടക്കുന്ന സമയത്ത് നമുക്ക് അറൌണ്ട് 350, 355 ആ റേഞ്ചിൽ ലോങ് പൊസിഷൻ എടുക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും ഒരു ലോങ് പൊസിഷൻ അഡാനി വിൽമറിൽ കൺസിഡർ ചെയ്യാം. കൂടാതെ തന്നെ ഫാർമ സെക്ടറിന്റെ ഒരു വ്യൂ കൂടി സാറിനോട് ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഫാർമ സെക്ടറിനെ സംബന്ധിച്ചും മറ്റ് സൂചികകൾ ഔട്ട് പെർഫോമൻസ് ചെയ്യുമ്പോഴും ഫാർമ സെക്ടർ ആ ഒരു ശക്തമായ കുതിപ്പിൽ നിന്നും വിട്ടുനിന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ പോലും ഓഹരികളിൽ ഭൂരിഭാഗം ഓഹരികളും നേട്ടത്തിൽ തന്നെയായിരുന്നു വ്യാപാരം അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ പല ഓഹരികളും ഒരു ഇടിവിൽ തന്നെയായിരുന്നു വ്യാപാരം അവസാനിപ്പിച്ചത്. ഗ്രാന്യൂൾസ് ഒപ്പം തന്നെ സൈഡസ് ലൈഫ് പോലുള്ള ഓഹരികളിലൊക്കെ ശക്തമായിട്ടുള്ളൊരു മുന്നേറ്റം നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. ഫാർമ സെക്ടറിനെ സംബന്ധിച്ച് സാറിന്റെ ഒരു വ്യൂ എന്താണ്? ഫാർമ സെക്ടറിൽ ലോങ് പൊസിഷനിൽ നമുക്ക് ലോങ് ടേമിലേക്ക് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന സ്റ്റോക്കുകളുണ്ടോ? ഫാർമ മേജർ സ്റ്റോക്സ് നോക്കുമ്പോഴേക്കും കാര്യമായിട്ടൊരു ബൈങ് അവസരം എനിക്ക് കാണാൻ സാധിക്കുന്നില്ല. എങ്കിലും ഒരു ഷോർട്ട് ടേം ട്രേഡിങ്ങിന് വേണ്ടി ഇന്നലെ ഗ്രാന്യൂൾസിന്റെ കേസിൽ നല്ലൊരു പോസിറ്റീവ് ക്ലോസിംഗ് ആയിരുന്നു നൽകിയത്. ആൻഡ് ഗ്രാന്യൂൾസിന്റെ കേസിൽ 445 രൂപ ഇസ് എ മേജർ റെസിസ്റ്റൻസ്. ആ ഒരു റെസിസ്റ്റൻസ് ഇന്നല്ലെങ്കിൽ അടുത്ത 2 ട്രേഡിംഗ് സെഷൻസിൽ ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ അടുത്ത മേജർ റെസിസ്റ്റൻസ് 465 അതിനെ തുടർന്ന് 480 രൂപയിലും ആയിരിക്കും. അതോടൊപ്പം തന്നെ ഇന്നത്തെ വിപണിയിൽ സാർ പ്രധാനമായിട്ടും ഏതെങ്കിലും സ്റ്റോക്കുകൾ ഫോക്കസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടോ? എന്തൊരു സ്റ്റാൻസ് ആണ് നിക്ഷേപകർ സ്വീകരിക്കേണ്ടത്? ബേസിക്കലി പുതിയ ലോങ് പൊസിഷൻ ഒന്നും തന്നെ ഞാൻ അഡ്വൈസ് ചെയ്യുന്നില്ല. കാര്യം ഇന്നലെ നമ്മൾ ഒത്തിരി നേട്ടമായിരുന്നു മാർക്കറ്റിൽ കാണാൻ സാധിച്ചത്. സോ ഇന്നല്ലെങ്കിൽ നാളെ ഐ എം എക്സ്പെക്ടിങ് ദാറ്റ് ദർ വിൽ ബി പ്രോഫിറ്റ് ടേക്കിംഗ്. ആ ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് നടക്കുന്ന സമയത്ത് നമ്മൾ പുതിയ സപ്പോർട്ട് ലെവൽസ് ഐഡന്റിഫൈ ചെയ്യണം. അതിനുശേഷം മാത്രമേ മാർക്കറ്റിലോട്ട് കമ്മിറ്റ് ചെയ്യാവൂ. സർ, അതോടൊപ്പം തന്നെ ആഡ് ഓൺ ചെയ്ത് ചോദിക്കുകയാണ്, ഹെവി വെയ്റ്റ്സ് സ്റ്റോക്കുകളിലും നമ്മളൊരു ഹോൾഡ് ചെയ്യുന്ന ഒരു സ്റ്റാൻസ് തന്നെയാണ് സ്വീകരിക്കേണ്ടത്? തീർച്ചയായിട്ടും അണ്ടർടോൺ ഇൻ ദ നിഫ്റ്റി 50 കണ്ടിന്യൂസ് ടു ബി വെരി വെരി ബുള്ളിഷ്. നമ്മളിപ്പോ ഹെവി വെയ്റ്റ്സിൽ എടുത്തു പറയാനുള്ളത് റിലയൻസ് ഇൻഡസ്ട്രി ആയിരുന്നു. ഇന്നലെ റിലയൻസ് ഇൻഡസ്ട്രി ആയിരുന്നു വൺ ഓഫ് ദ മേജർ സ്റ്റോക്സ് വിച്ച് ലെൻഡ് സപ്പോർട്ട് ടു ദ നിഫ്റ്റി 50. റിലയൻസ് ഇൻഡസ്ട്രി പുതിയൊരു റെക്കോർഡ് ഓൾ ടൈം ഹൈ ലെവലിലായിരുന്നു ക്ലോസ് ചെയ്തത്. വെരി വെരി പോസിറ്റീവ്. ഇത് ഈ സ്റ്റോക്കിൽ നമുക്ക് വരും സെഷൻസിൽ കൂടുതൽ നേട്ടം എക്സ്പെക്ട് ചെയ്യാം. ലാസ്റ്റ് ആൻഡ് 2 പ്രോ നോക്കുമ്പോഴേക്ക് LNT അഗെയിൻ പുതിയൊരു ഓൾ ടൈം ഹൈ ലെവലിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അണ്ടർടോൺ വെരി വെരി ബുള്ളിഷ്. നമ്മൾ ഗ്രാസിമിന്റെ കേസ് എടുക്കുമ്പോഴേക്കും ഗ്രാസിം ഒരു സൈഡ് വേസ് പാറ്റേൺ ആണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഇന്നലത്തെ റാലിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടില്ല. ബട്ട് അഗെയിൻ ഈ ഒരു സ്റ്റോക്കിൽ നമുക്കൊരു പുതിയ ബൈങ് അവസരം കാണാൻ സാധിക്കുന്നില്ല. മാരുതിയുടെ കേസിൽ അഗെയിൻ ട്രെൻഡ് ഇസ് ഫ്ലാറ്റ് സൈഡ് വേസ്. മാരുതിയുടെ കേസിൽ 12,900 റുപ്പീസിന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ മാത്രമേ നമുക്കൊരു പുതിയ ബൈങ് അവസരം കിട്ടാൻ പോകുന്നുള്ളൂ. ടാറ്റ മോട്ടോഴ്സിന്റെ ട്രെൻഡ് അഗെയിൻ സൈഡ് വേസ് ആയിട്ട് കാണുന്നത്. 990 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ മാത്രം നമുക്കൊരു പുതിയ ലോങ് പൊസിഷൻ കൺസിഡർ ചെയ്യാം. അതോടൊപ്പം തന്നെ പ്രേക്ഷകരുടെ ക്വരീസിലേക്ക് കടക്കുന്നതിന് മുൻപ് ഇന്നിപ്പോൾ ഫിൻനിഫ്റ്റിയുടെ എക്സ്പയറി ആണ്. ഫിനാൻഷ്യൽ സർവീസസ് സൂചികയെ സംബന്ധിച്ച് കഴിഞ്ഞ സെഷനിൽ 22,596 എന്ന റേഞ്ചിലായിരുന്നു വ്യാപാരം അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ഫിനാൻഷ്യൽ സർവീസസ് സൂചികയിൽ ഇന്ന് പ്രധാനമായിട്ട് നമ്മൾ വാച്ച് ചെയ്യേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? എനിക്ക് തോന്നുന്നില്ല ഫൈനാൻഷ്യൽ സർവീസസ് ഇൻഡെക്സിൽ ആ ഒരു എക്സ്പയറി കൊണ്ട് ട്രെൻഡിനെ ഒരു വിധത്തിലും ബാധിക്കുമെന്ന്. സോ ജസ്റ്റ് ലൈക്ക് നമ്മൾ മറ്റ് ഇൻഡസ്ട്രീസിലൊക്കെ കണ്ടതുപോലെ തന്നെ ഗ്യാപ്പിംഗ്, അതുകൊണ്ട് തന്നെ നമുക്കൊരു ചെറിയ പ്രോഫിറ്റ് ടേക്കിങ്ങിന് വേണ്ടി നമ്മൾ പ്രിപ്പയർഡ് ആയിരിക്കണം. ബട്ട് അതല്ലെങ്കിൽ ഐ ഡോണ്ട് തിങ്ക് ദർ ഇസ് എനിത്തിങ് ടു വറി അബൌട്ട്. ഇൻഫാക്ട് ഞാനിപ്പോൾ ചില മേജർ ഫൈനാൻഷ്യൽ സ്റ്റോക്സ്, അതായത് ചോളമണ്ഡലം ഇൻവെസ്റ്റ്മെന്റ് നോക്കുമ്പോഴേക്കും വളരെ പോസിറ്റീവായിട്ടായിരുന്നു ഇന്നലെ ക്ലോസിംഗ് നമുക്ക് കാണാൻ സാധിച്ചത്. കണ്ടിന്യൂ ടു മെയിൻറ്റെയിൻ ദാറ്റ്. മണപ്പുറം ഫിനാൻസ് നോക്കുമ്പോഴേക്കും മണപ്പുറം ഫിനാൻസിലെ ലോങ് ടേം ട്രെൻഡ് ഇസ് ബുള്ളിഷ്, ബട്ട് ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറണമെങ്കിൽ 190 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം. മുത്തൂറ്റ് ഫിനാൻസിന്റെ കേസ് എടുക്കുമ്പോഴേക്കും ഇന്നലെ പുതിയ ഓൾ ടൈം ഹൈ ലെവൽ ടച്ച് ചെയ്തെങ്കിലും വളരെ പോസിറ്റീവായിട്ട് അല്ലായിരുന്നു അത് ക്ലോസ് ചെയ്തത്. നമുക്ക് 1660 രൂപയിൽ വി ഹാവ് ടു മെയിൻറ്റെയിൻ എ സ്റ്റോപ്പ് ലോസ്.
യെസ്, പ്രേക്ഷകരെ ക്വറീസ് അഡ്രസ്സ് ചെയ്യേണ്ട സമയമായിട്ടുണ്ട്. അതിൽ സന്തോഷ് എന്ന് പറഞ്ഞ പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത് ജുബിലിയൻ ഇൻഗ്രേവിയ ലിമിറ്റഡ് എന്ന് പറഞ്ഞ സ്റ്റോക്ക് അത് സെല്ല് ചെയ്യേണ്ട സമയമായിട്ടുണ്ടോ എന്നാണ് അദ്ദേഹം ചോദിച്ചിരിക്കുന്നത്. കഴിഞ്ഞൊരു സെഷനിൽ 499 രൂപ 70 പൈസ എന്ന റേഞ്ചിലായിരുന്നു ഈ ഒരു സ്റ്റോക്ക് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇതൊരു സ്മോൾ ക്യാപ് സ്റ്റോക്കാണ്. Long term trend is bullish, but short term trend is bearish. ആൻഡ് ഇന്നലെ മാർക്കറ്റ് ഇത്രയും മുന്നേറിയ സമയത്ത് പോലും ജുബിലന്റ് ഇൻഗ്രീവിയയുടെ കേസിൽ വി സോ ലോട്ട് ഓഫ് സെല്ലിംഗ് പ്രഷർ. നമ്മുടെ കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ 490 രൂപയിൽ നമ്മളൊരു സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. 490 സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ബെറ്റർ ടു ക്ലോസ് ദ ലോങ് പൊസിഷൻ. ഈ സ്റ്റോക്കിന്റെ ഒരു മേജർ റെസിസ്റ്റൻസ് 522 രൂപയിലാണ് കാണുന്നത്. ഫിബി എന്ന് പറഞ്ഞ പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത് ADF ഫുഡ്സ് ലിമിറ്റഡുമായി ബന്ധപ്പെട്ട വ്യൂ ആണ്. കഴിഞ്ഞൊരു സെഷനിൽ 214 രൂപയിൽ ഒരു ഇടിവോട് കൂടിയിട്ടായിരുന്നു ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇതും ഒരു സ്മോൾ ക്യാപ് കമ്പനിയാണ്. ADFന്റെ കേസിൽ അഗെയിൻ സ്മോൾ ക്യാപ്പ് ആയ സ്റ്റോക്ക് ആയതുകൊണ്ട് തന്നെ ഇതിൽ കാര്യമായിട്ട് ഒരു ലിക്വിഡിറ്റി കാണാൻ സാധിക്കുന്നില്ല. ഒത്തിരി വോളറ്റിലിറ്റി ഈ സ്റ്റോക്കിൽ കാണാൻ സാധിക്കുന്നുണ്ട്. നമ്മുടെ കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ 209 രൂപയിൽ തീർച്ചയായിട്ടും ഒരു സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്യണം. ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ക്ലോസ് ഓൾ ദ ലോങ് പൊസിഷൻ. താരംഗ് എന്ന് പറഞ്ഞ പ്രേക്ഷകൻ ബൊറോസിൽ റിന്യൂവബിൾസ് ലിമിറ്റഡുമായി ബന്ധപ്പെട്ട വ്യൂ ചോദിച്ചിട്ടുണ്ട്. കഴിഞ്ഞ സെഷനിൽ 2% നേട്ടത്തിൽ 481 രൂപയിലാണ് ക്ലോസ് ചെയ്തത്. സോ ബൊറോസിൽ അഗെയിൻ ഒരു മിഡ് ക്യാപ് സ്റ്റോക്ക് ആയിട്ടാണ് വിലയിരുത്തുന്നത്. ഈ സ്റ്റോക്കിന്റെയും ലോങ് ടേം ട്രെൻഡ് സൈഡ് വേസ് ആയിട്ട്, ബട്ട് ദ ഷോർട്ട് ടേം ട്രെൻഡ് ഇസ് ബെയറിഷ്. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 460 രൂപയിൽ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് ഒരു സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ക്ലോസ് ഓൾ ദ ലോങ് പൊസിഷൻസ്. ഇതിന്റെ ഒരു മേജർ റെസിസ്റ്റൻസ് അഗെയിൻ 520 രൂപയിലാണ് കാണുന്നത്. മധു എന്ന പ്രേക്ഷകൻ പെട്രോനെറ്റ് LNG ലിമിറ്റഡുമായി ബന്ധപ്പെട്ട വ്യൂ ചോദിച്ചിട്ടുണ്ട്. കഴിഞ്ഞ സെഷനിൽ 315 രൂപയിലാണ് ക്ലോസ് ചെയ്തത്. 6% മുന്നേറ്റം രേഖപ്പെടുത്തിയിരുന്നു. So Petronet short-term trend is sideways, long-term is bullish. സ്റ്റോക്കില് വീക്ക്നെസ് ഒന്നും ഇപ്പൊ കാണാൻ സാധിക്കുന്നില്ല. 325 രൂപ ഇസ് എ മേജർ റെസിസ്റ്റൻസ്. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ഷോർട്ട് ടേമിൽ വി ക്യാൻ എക്സ്പെക്ട് ഫർദർ ഗെയിൻസ്. കിരൺ രാജ് എന്ന് പറഞ്ഞ പ്രേക്ഷകൻ ടാറ്റ ടെക്നോളജീസിലുള്ള വ്യൂ ചോദിച്ചിട്ടുണ്ട്. കഴിഞ്ഞ സെഷനിൽ 1038 രൂപയിലാണ് ക്ലോസ് ചെയ്തത്. സോ ടാറ്റ ടെക്നോളജി ലോങ് ടേം ട്രെൻഡ്, ഷോർട്ട് ടേം ട്രെൻഡ് സൈഡ് വേസ് ആയിട്ടാണ് കാണുന്നത്. 1080 രൂപ ഇസ് എ മേജർ റെസിസ്റ്റൻസ്. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറും. നമ്മുടെ കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 995 രൂപയിൽ ഒരു സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. രഞ്ജിത്ത് എന്ന് പറഞ്ഞ പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത് ജിയോഫിനിലുള്ള വ്യൂ ആണ്. കഴിഞ്ഞ സെഷനിൽ 3% നേട്ടത്തിൽ 356 രൂപയിലാണ് ക്ലോസ് ചെയ്തത്. ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷ് ആണെങ്കിൽ പോലും ഷോർട്ട് ടേം ട്രെൻഡ് സൈഡ് വേസ് ആയിട്ടാണ് കാണുന്നത്. ഈ സ്റ്റോക്കിന്റെ ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷ് ആയി മാറണമെങ്കിൽ 372 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം. അത് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ മാത്രം പുതിയ ലോങ് പൊസിഷൻ കൺസിഡർ ചെയ്യുക. നിതിൻ എന്ന് പറഞ്ഞ പ്രേക്ഷകൻ അദാനി സ്റ്റോക്സുമായി ബന്ധപ്പെട്ട വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. പ്രോഫിറ്റ് ബുക്കിങ്ങിന് സമയമായിട്ടുണ്ടോ എന്നാണ് അദ്ദേഹം ചോദിച്ചിരിക്കുന്നത്. നമ്മളൊരു ട്രേഡിങ്ങിന് വേണ്ടി നമ്മളൊരു ലോങ് പൊസിഷൻ എടുത്തതായിരുന്നെങ്കിൽ നമ്മൾ ഡെഫിനറ്റ്ലി നമ്മളൊരു ലോങ് പൊസിഷൻസിലൊക്കെ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. കാര്യം ഇന്നലെ നിഫ്റ്റി 50ലും നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിലും ഒക്കെ നമ്മൾ ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് കണ്ടതുപോലെ തന്നെ ആയിരുന്നു ഓൾമോസ്റ്റ് എവറി അഡാനി സ്റ്റോക്കിൽ നമുക്ക് കാണാൻ സാധിച്ചത്. ഇൻഫാക്ട് അഡാനി എനർജി സൊല്യൂഷൻസിന്റെ കേസ് എടുക്കുമ്പോഴേക്കും 1240, 1260 അത് വളരെ മേജർ ഒരു റെസിസ്റ്റൻസ് ലെവലായിട്ടാണ് കാണുന്നത്. ആൻഡ് തീർച്ചയായിട്ടും നമ്മൾ ട്രേഡിംഗ് പൊസിഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ ആ ലെവൽസിൽ നമുക്ക് തീർച്ചയായിട്ടും കൺസിഡർ പ്രോഫിറ്റ് ടേക്കിംഗ്. ആൻഡ് കറക്ഷൻ നടക്കുന്ന സമയത്ത് അറൌണ്ട് 1140, 1160 ആ ഒരു റേഞ്ചിൽ തിരിച്ച് നമുക്ക് ലോങ് പൊസിഷൻ കൺസിഡർ ചെയ്യാം. അഡാനി എന്റർപ്രൈസസിന്റെ കേസ് എടുക്കുമ്പോഴേക്കും ഇന്നലെ വലിയൊരു ഗ്യാപ്പ് അപ്പ് ആയിരുന്നു കാണാൻ സാധിച്ചത്. എഗെയിൻ ഇതിൽ 3440, 3570 ഈ ഒരു റേഞ്ചിലാണ് നമുക്ക് ഗ്യാപ്പ് കാണാൻ സാധിക്കുന്നത്. ഈ ഒരു ഗ്യാപ്പും ഫില്ല് ചെയ്യുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അഡാനി പവറിന്റെ കേസ് എടുക്കുമ്പോഴേക്കും അഡാനി പവർ വളരെ സ്ട്രോങ് ആയിട്ടായിരുന്നു ഇന്നലെ ക്ലോസ് ചെയ്തത്. ഇതിൽ വീക്ക്നെസ് ഒന്നും കാണാൻ സാധിക്കുന്നില്ല. ബട്ട് മെയിൻറ്റെയിൻ 820 ആസ് എ സ്റ്റോപ്പ് ലോസ്. അഡാനി പോർട്ടിന്റെ കേസ് എടുക്കുമ്പോഴേക്കും അഗെയിൻ
ഇന്നലെ വലിയൊരു മുന്നേറ്റമായിരുന്നു നമുക്ക് കാണാൻ സാധിച്ചത്. ഈ ഒരു സ്റ്റോക്കിലും വീക്ക്നെസ് അറ്റ് ദ മൊമെന്റ് കാണുന്നില്ല. ഒരല്പം വോളറ്റിലിറ്റി ഉണ്ടെങ്കിൽ കണ്ടിന്യൂ ടു മെയിൻറ്റെയിൻ ദ ലോങ് പൊസിഷൻ. കാര്യം ഈ സ്റ്റോക്കിന്റെ ഷോർട്ട് ടേം ട്രെൻഡ് റിവേഴ്സ് ചെയ്യണമെങ്കിൽ 1350 രൂപയുടെ സപ്പോർട്ട് ബ്രേക്ക് ചെയ്യണം. അത് ബ്രേക്ക് ചെയ്യപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു പ്രേക്ഷകൻ സൊമാറ്റോയുമായി ബന്ധപ്പെട്ട വ്യൂ ചോദിച്ചിട്ടുണ്ട്. 2% ഇടിവിൽ 175 രൂപയിലായിരുന്നു കഴിഞ്ഞ ദിവസം ക്ലോസ് ചെയ്തത്. സൊമാറ്റോ അൺഫോർച്ചുനേറ്റ്ലി ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതിയാണ് കാണുന്നത്. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 169 രൂപയിൽ സ്ട്രിക്റ്റ് ആയിട്ട് ഒരു സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. പുതിയ ലോങ് പൊസിഷൻസ് കറന്റ് ലെവൽസിൽ അഡ്വൈസ് ചെയ്യുന്നില്ല. അശോക് ലെയ്ലാൻഡുമായി ബന്ധപ്പെട്ടൊരു വ്യൂ പ്രേക്ഷകൻ ചോദിച്ചിട്ടുണ്ട്. കഴിഞ്ഞൊരു സെഷനിൽ 5% നേട്ടത്തിൽ 236 രൂപയിലായിരുന്നു ക്ലോസ് ചെയ്തത്. അശോക് ലെയ്ലാൻഡ് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷായി തുടരുന്നു. കണ്ടിന്യൂ ടു മെയിൻറ്റെയിൻ ദ ലോങ് പൊസിഷൻ. ബട്ട് ഈ ഹൈ ലെവൽസിൽ പുതിയ ലോങ് പൊസിഷൻസ് അഡ്വൈസ് ചെയ്യുന്നില്ല. ഷഫീഖ് എന്ന് പറഞ്ഞ പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത് NLC ഇന്ത്യയുമായി ബന്ധപ്പെട്ട സാറിന്റെ വ്യൂ ആണ്. കഴിഞ്ഞ സെഷനിൽ 2% നേട്ടത്തിൽ 241 രൂപയിലാണ് ക്ലോസ് ചെയ്തത്. NLC ഇന്ത്യ ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷ് ആണെങ്കിൽ പോലും ഷോർട്ട് ടേം ട്രെൻഡ് സൈഡ് വേസ്. അഗെയിൻ നിഫ്റ്റി 50യിൽ അടുത്തൊരു മുന്നേറ്റം വരുന്ന സമയത്ത് വി ക്യാൻ എക്സ്പെക്ട് ഈ ഒരു സ്റ്റോക്കിൽ ഒരു അപ്സൈഡ് മൂവ്മെന്റ് കാണുമെന്ന് നമുക്ക് വിശ്വസിക്കാം. ഈ സ്റ്റോക്കിന്റെ മേജർ റെസിസ്റ്റൻസ് 260 രൂപയിലാണ് കാണുന്നത്. 260ന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ കൺസിഡർ ലോങ് പൊസിഷൻ. ഒരു പ്രേക്ഷകൻ IRB ഇൻഫ്രയുമായി ബന്ധപ്പെട്ട ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പേഴ്സ് ലിമിറ്റഡുമായി ബന്ധപ്പെട്ട വ്യൂ ചോദിച്ചിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ സെഷനിൽ 10% കുതിപ്പിൽ 72 രൂപയിലായിരുന്നു ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. IRB ഇൻഫ്ര അഗെയിൻ ഇസ് എ സ്മോൾ ക്യാപ് സ്റ്റോക്ക്. ഒത്തിരി വോളറ്റിലിറ്റി കാണാൻ സാധിക്കുന്ന ഒരു സ്റ്റോക്കായത്. ഈ സ്റ്റോക്കിന്റെ കേസ് എടുക്കുമ്പോഴേക്ക് 76 രൂപയിൽ വളരെ മേജർ റെസിസ്റ്റൻസ് ഉണ്ട്. ഇറ്റ് വിൽ നോട്ട് ബി ഈസി ടു ബ്രേക്ക് ദാറ്റ് റെസിസ്റ്റൻസ്. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ കണ്ടിന്യൂ ടു മെയിൻറ്റെയിൻ ദ ലോങ് പൊസിഷൻ. ബട്ട് ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 69 രൂപയിൽ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് ഒരു സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക. സരുൺ എന്ന് പറഞ്ഞ പ്രേക്ഷകൻ ചോദിച്ചത് ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡുമായി ബന്ധപ്പെട്ട വ്യൂ ആണ്. കഴിഞ്ഞ സെഷനിൽ 8% നേട്ടത്തിൽ 319 രൂപയിലാണ് ക്ലോസ് ചെയ്തത്. ഭാരത് ഇലക്ട്രോണിക്സിന്റെ കേസിൽ അഗെയിൻ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ഇസ് ബുള്ളിഷ്. ഇന്നലെ വീണ്ടും ഈ ഒരു സ്റ്റോക്കിൽ നമുക്കൊരു വലിയ ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയിട്ടും കാണാൻ സാധിച്ചത്. അതിനെ തുടർന്ന് ഈ സ്റ്റോക്കിൽ പ്രോഫിറ്റ് ടേക്കിംഗ് നടക്കാൻ നല്ല ചാൻസസ് കാണുന്നുണ്ട്. ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 305 രൂപയിൽ ഒരു സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക. ഒരു പ്രേക്ഷകൻ സുസ്ലോണുമായി ബന്ധപ്പെട്ട സാറിന്റെ വ്യൂ ചോദിച്ചിട്ടുണ്ട്. കഴിഞ്ഞ സെഷനിൽ സുസ്ലോണിനെ സംബന്ധിച്ച് 50 രൂപയിലായിരുന്നു ക്ലോസ് ചെയ്തത്. So Suzlon again long and short term trend is bullish. Long positions maintain ചെയ്യുക. എങ്കിലും കറന്റ് ലെവൽസിൽ ഒരു അല്പം വോളറ്റിലിറ്റിക്ക് വേണ്ടി നമ്മൾ പ്രിപ്പയർഡ് ആയിരിക്കണം. കാര്യം സ്റ്റോക്ക് ഇന്നലത്തെ ട്രേഡിംഗിൽ അതിന്റെ 52 വീക്ക് ഹൈ ലെവലിലോട്ട് എത്തിച്ചേർന്നിട്ടുണ്ട്. ഒരു പ്രേക്ഷകൻ സീലുമായി ബന്ധപ്പെട്ട സാറിന്റെ വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. കമ്പനി ഫണ്ട് റൈസിംഗുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനങ്ങളൊക്കെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ സെഷനിൽ 156 രൂപയിലായിരുന്നു ഈ ഒരു സ്റ്റോക്ക് ക്ലോസ് ചെയ്തത്. സ്റ്റോക്കിന്റെ പേര് ഒരിക്കൽ കൂടെ പറയാമോ? സി എന്റർടൈൻമെന്റ് ലിമിറ്റഡ്. സോ സി എന്റർടൈൻമെന്റ് ലോങ് ടേം ട്രെൻഡ് ബെയറിഷ് ആയി തുടരുന്നു. ഷോർട്ട് ടേം ട്രെൻഡ് സൈഡ് വേസ് ആയിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഈ സ്റ്റോക്കിന്റെ മേജർ റെസിസ്റ്റൻസ് 162 രൂപ. 162ന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ഈ സ്റ്റോക്കിൽ 10 മുതൽ 15 രൂപയുടെ നേട്ടം ഷോർട്ട് ടേമിൽ എക്സ്പെക്ട് ചെയ്യാം.